തലസ്ഥാന നഗരിയിൽ ഫുട്ബോൾ ആവേശമാണ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ തിരുവനന്തപുരം കൊമ്പൻസ് കണ്ണൂർ വാരിയേഴ്സ് FC മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എ.പി. സജീഷ് ചേരുകയാണ് മത്സര രംഗത്ത് നിന്നും. സജീഷ, മത്സരം അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ എവിടെത്തി നിൽക്കുന്നു ഗോൾ നിര? സിന്ധൂരി, നമ്മൾ ഒരുപക്ഷെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ മത്സരഫലം വന്നേക്കാം. ഇപ്പോൾ കണ്ണൂർ 2-1 മുന്നിട്ട് നിൽക്കുകയാണ്. തിരുവനന്തപുരം കൊമ്പൻസിന്റെ സ്വന്തം മണ്ണിൽ ഇപ്പോൾ കണ്ണൂർ വാരിയേഴ്സ് ഇപ്പോൾ 2-1 മുന്നിട്ട് നിൽക്കുന്നു. ആദ്യ ഗോൾ നേടിയെടുത്ത് കണ്ണൂരായിരുന്നു. ആദ്യ ഗോൾ നേടിയത് കണ്ണൂരായിരുന്നു. ഷിജിനായിരുന്നു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. രണ്ടാം ഗോള് തിരുവനന്തപുരം കൊമ്പൻസിന് വേണ്ടിയിട്ട് കൊമ്പൻസിന്റെ ബിസ്പോ ആയിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഒരു സെൽഫ് ഗോളിലൂടെ തിരുവനന്തപുരം രണ്ടാമത്തെ ഗോൾ വഴങ്ങുകയായിരുന്നു. അതോടുകൂടിയായിരുന്നു കണ്ണൂർ മുന്നിലെത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ അവസാന നിമിഷത്തിലേക്ക് മത്സരം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കണ്ണൂർ ഇപ്പോഴും മുന്നിൽ തന്നെ നിൽക്കുകയാണ്. മത്സരം ഇപ്പോൾ മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു വടക്കൻ വീരഗാഥ പോലെ തന്നെയാണ് തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ ഇപ്പോൾ കണ്ണൂരിന്റെ പോരാട്ടം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കൊമ്പൻസ് നിരവധി മുന്നേറ്റങ്ങൾ കൊമ്പൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിലും പല ശ്രമങ്ങളും ഗോളായില്ല. അതുതന്നെയായിരുന്നു ഒരു വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് കണ്ണൂർ അവസാന നിമിഷങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ കണ്ണൂർ ഇപ്പോൾ 3 ഗോളുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. സിന്ധൂരി.